ഹായ് ഹലോ അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പം നമുക്ക് ബൾക്കായിട്ട് കുറച്ച് അതുപോലെ തന്നെ സ്ക്രഞ്ചീസിനൊക്കെ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇത്രയും ഓർഡർ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്, അത് ഞാൻ ഈ ഒരു വീഡിയോസിൻ്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതേപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്ത ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുന്നത്. അപ്പോൾ എന്താണ് ആ കാര്യം എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിനിടയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം അതും കൂടെ ശ്രദ്ധിക്കാൻ വേണം. ഏറ്റവും ലാസ്റ്റിൽ മെയിനായിട്ട് എനിക്ക് കൂടുതൽ ഓർഡർ കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങിയത് എങ്ങനെയെന്നുള്ളതും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോസിൽ പറയണത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഞാൻ പറയണത്, അതിൽ ആദ്യം തന്നെ ഞാൻ ചെയ്തത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധ കൊടുക്കുക. അതായത് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക. അത് നല്ല രീതിയിൽ കസ്റ്റമറുടെ കയ്യിൽ നല്ല രീതിക്ക് എത്തിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ അതിൽ ശ്രദ്ധ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഓരോ ഡ്രസ്സ് ആയിക്കോട്ടെ, സ്ക്രഞ്ചി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബോ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഫിനിഷിങ്ങിൽ വൃത്തിയായിട്ട് നമ്മൾ ഓരോ കസ്റ്റമറിനും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു വൃത്തിയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ആളുകൾ എടുത്തവർ തന്നെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റായിട്ട് ശ്രദ്ധ കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ഓർഡറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച്, കാരണം അത് നമ്മളോട് കസ്റ്റമർ ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാനുള്ള ആ ഒരു ഇതുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരുപാട് ബോയും സ്ക്രഞ്ചീസും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസുകളും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാൻ തോന്നും. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ നിരത്തി വെച്ചിട്ടുള്ള സ്ക്രഞ്ചീസ് ആയിക്കോട്ടെ, ബോ ആയിക്കോട്ടെ, പെട്ടെന്ന് നമുക്ക് കസ്റ്റമർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എടുത്തു കൊടുക്കാനും അയച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്നത്. പക്ഷേ ഇതൊന്നും കൊണ്ട് മാത്രമല്ല നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിത്തുടങ്ങിയത്. ആ ഒരു കാര്യം നമ്മൾ കൂടുതലായിട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടം വരെ എത്താനും ഒരുപാട് ഓർഡേഴ്സ് കിട്ടാനും തുടങ്ങിയത്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ എന്തായാലും സക്സസ് ആവും. പക്ഷേ പെട്ടെന്ന് സക്സസ് ആവുമെന്നല്ല, എന്നാലും നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സക്സസ് ആവും. അപ്പോൾ എന്താണെന്നുള്ളത് ഒന്ന് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങും. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ എന്താണ് ആ കാര്യം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. അതായത് നമ്മൾ ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമ്മളിങ്ങനെ നിരത്തി വെച്ച്, അതായത് 50 ബോ, അതായത് 50 സ്ക്രഞ്ചീസിന് ആയിക്കോട്ടെ, 100 ബോ, 100 സ്ക്രഞ്ചീസ്, നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണെങ്കിൽ അതൊക്കെ നിരത്തി വെച്ച് ഫോട്ടോ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക. നമ്മൾ ഇൻസ്റ്റഗ്രാം, അതായത് സോഷ്യൽ മീഡിയയാണ് എൻ്റെ മെയിനായിട്ട് എനിക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ള കാര്യം. കാരണം പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോഴാണ് നമുക്കിതിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളും എനിക്ക് ഒരുപാട് ഇങ്ങനെ കിട്ടിത്തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഓരോത്തിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ ഇടാൻ തുടങ്ങി. ഇട്ട ആ സമയങ്ങളിലൊന്നും നമുക്ക് ഓർഡർ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ നിർത്തിയില്ല. ഡെയിലി വീഡിയോസ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പതിയെ എനിക്ക് ഓരോ ഓർഡേഴ്സ് കിട്ടിത്തുടങ്ങി. പിന്നെ അതിങ്ങനെ കൂടുതലായി തുടങ്ങി. ഇപ്പോൾ മാഷാഅല്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കുറച്ച് നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ടിന് പർച്ചേസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലിടുക, യൂട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിലിടുക, ഫേസ്ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടലാണ്. നമ്മുടെ ചുറ്റുള്ളവരെയും മറ്റുള്ളവരെയും കണ്ടിട്ട് നമ്മളിത് തുടങ്ങിയിട്ടൊരു കാര്യമില്ല, എന്തായാലും വാങ്ങൂല. അപ്പോൾ നിങ്ങൾ ചെയ്യുക, ഓൺലൈൻ വഴി, അതായത് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കി നോക്ക്. ഒരു മാസം
നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്കതിനുള്ള പ്രതിഫലം കിട്ടും. അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യണ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നമ്മൾ പറയണ അതേപോലെ നിങ്ങൾ മുന്നോട്ട് പോവുകയെന്നുണ്ടെങ്കിൽ എന്തായാലും സക്സസ് ആവും. അപ്പോൾ ഇതാണ് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ട്രിക്കാണ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.